ഹലോ എവരി വൺ. 28 ഡേയ്സ് ഓഫ് മാജിക് പ്രാക്ടീസിന്റെ 27ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോ നിങ്ങള് ഇന്ന് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി ഒന്ന് കേട്ട് നോക്കാം. ഈ ഒരു 26 ഡേയ്സ് 26 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഗ്രാറ്റുവിറ്റി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്ന ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പോലെ അല്ല ഇപ്പോൾ. കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടാവും. ഹാപ്പിനെസ് പ്രശ്നങ്ങളൊക്കെ അതിൽ കൂടെ നടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. സർക്കംസ്റ്റാൻസ് നിങ്ങൾ പോലും അറിയാതെ സാഹചര്യങ്ങളിലും ഓപ്പർച്യൂണിറ്റീസും ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. ആഹ് അത്ര നന്നായിട്ട് പോകാത്ത ബിസിനസ് ഒക്കെ ഉള്ളവരെ അതൊന്ന് ചേഞ്ച് ആവും. ഒരു അനക്കമൊക്കെ വന്നിട്ടുണ്ട്. ക്ലയൻസ് ഒക്കെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. മൊത്തത്തിലൊരു സന്തോഷമൊക്കെ ഉണ്ട് മനസ്സിൽ. നിങ്ങളെ ഫേസ് തന്നെ കാണാൻ വെച്ചാൽ എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ, എന്താ നിങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേര് ഈ ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്റെ ഒരുപാട് ക്ലയൻസ് ഇത് കുറച്ച് നാളായിട്ട് എന്നെ കാണാത്തവരൊക്കെ ചോദിക്കുമ്പോൾ എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ, എന്താ നിങ്ങൾ പറ്റി, കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, അത് റിലാക്സ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. See, ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ മാജിക് ആണ് അത്. ബിക്കോസ് നിങ്ങളിൽ അതൊരു അഴിച്ചു പണി നിങ്ങൾ പോലും അറിയാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യണം. 27ാം ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എനിക്ക് പറയാനുള്ളത്, ഓഥർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മാജിക് മിറർ എന്നാണ് ഈ ഒരു ഡേയിൽ നമ്മൾ നെയിം ചെയ്തിട്ടുള്ളത്. മാജിക് മിറർ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും റേറ്റ്ഫുൾ ആയിരിക്കും, പക്ഷെ നമുക്ക് നമ്മളോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡും കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്താണോ, നമ്മൾ എങ്ങനെയാണോ നമ്മളെ കംപ്ലീറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിന് അതിനുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ ഇന്ന് മുതൽ എപ്പോഴൊക്കെ നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുക, നിങ്ങൾ നിങ്ങളെ ഒന്ന് കാണാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളായിരിക്കുന്നതിന് നല്ല ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ നിങ്ങളെ നോക്കി എക്സ്പ്രസ് ചെയ്യാം, താങ്ക് യു പറയാം. ഇത് ഉറപ്പാണ് ഇത് ചെയ്യുന്ന ഒരാൾക്ക് ഡിഫറെന്റ് ആയിരിക്കും. ബിക്കോസ് ലൈഫിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളോടൊരു കണക്ഷൻസ് അറ്റാച്ച്മെന്റ് ഒക്കെ എവിടെയോ മിസ് ആയിട്ടുള്ള ആൾക്കാരില്ലേ. ഈ ഒരു ആക്ടിവിറ്റി, ഒരു മിറർ എക്സസൈസോ ഈ മിറർ ചലഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അത് വലിയൊരു റിസൾട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ണാടി മുന്നിൽ പോയി നിൽക്കുക. നിങ്ങൾ നിങ്ങളുടെ കണ്ണിലേക്ക് മുഖത്തേക്ക് നിങ്ങൾ എങ്ങനെ നോക്കിയിട്ട് ഇപ്പോ ഇരിക്കുന്ന ഞാൻ ഈ അവസ്ഥയിൽ ഏത് രൂപത്തിലാണ് ഞാനുള്ളത്, ഏത് ഭാവത്തിലാണ് ഞാനുള്ളത്, ഏത് ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലാണ് ഞാനുള്ളത്, ഈ എന്നെ ഞാനായിട്ട് ഇവിടെ നിലനിർത്തി തരുന്നതിന് എനിക്ക് എന്നോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. ഇനി എപ്പോഴൊക്കെ മിററിൽ നിങ്ങൾ നിങ്ങളെ കാണുന്നോ, റെഡി ആവുമ്പോൾ കണ്ണാടി നോക്കുമ്പോൾ താങ്ക് യു എക്സ്പ്രസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക കേട്ടോ. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. 28 ഡേയ്സ് 27 ഡേയ്സ് ഡേയിലെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അത് മിറർ എക്സസൈസ് അല്ലെങ്കിൽ മിറർ പ്രാക്ടീസ് ആയിരുന്നു. അപ്പൊ ഇതാണ് നിങ്ങൾ ഈ ഒരു ഡേയിൽ ചെയ്യേണ്ട കാര്യം. മിററെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളോട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കണം എന്നതിന്റെ 3 കാര്യങ്ങൾ. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ നിങ്ങളോട് നന്ദിയുള്ളവൻ അല്ല ഉള്ളവളായിട്ട് ഇരിക്കുന്നത്, അതിനുള്ള 3 റീസൺസ് അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ് ഈ ദിവസം ചെയ്യേണ്ടത്. ഇത് കൂടാതെ ഡെയിലി നമ്മൾ ചെയ്തു വരുന്ന 2 കാര്യങ്ങളുണ്ട്. എന്താണ്? ഒരു ദിവസത്തില് ആദ്യം ഒരു 10 ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്തിട്ട് അത് ഉറക്കെ വായിച്ച് അതിനുള്ള താങ്ക് യു താങ്ക് യു താങ്ക് യു എക്സ്പ്രസ് ചെയ്യാം. കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഡേയിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതൊക്കെ റീകളക്ട് ചെയ്ത് അതിൽ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഓർത്തെടുത്ത് അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടും ഗ്രേറ്റ്ഫുൾ ആയിട്ടൊക്കെ ജീവിതത്തിലിരിക്കും. പ്രശ്നങ്ങളൊക്കെ വരും, പ്രശ്നങ്ങളൊക്കെ അതിന്റെ പാട്ടിന് പോകും. പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. നമുക്ക് എല്ലാവരുടെയും തലയിൽ കയറുന്ന അവരെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഇമോഷൻസും നമ്മുടെ സന്തോഷവും നമ്മുടെ ഹാപ്പിനെസ്സും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും ചലഞ്ച് ഒക്കെ ചെയ്ത് മിടുക്കന്മാരും മിടുക്കുകളായിട്ട് ഇരിക്കുക. എന്റെ ഒരു പേഴ്സണൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവണമെന്നുണ്ട്. ഇനി ഈ ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കളക്ഷൻ വിട്ടുപോകാതെ ഞാനായിട്ട് പേഴ്സണൽ ടച്ച് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് വരാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. ഇത് കൂടാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഡ്രീം ജോബാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് ആണോ, പണമാണോ, വാട്ട് എവർ എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് 10 ഇരട്ടി വേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡെയിലി മാജിക് പ്രാക്ടീസിലേക്ക് TMB എന്ന് പറയുന്ന പ്രാക്ടീസ് ദിവസം ഒരു 15-20 മിനിറ്റ് നിങ്ങൾ എന്നോട് സ്പെൻഡ് ചെയ്താൽ മതി. ഇതിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി ഗ്രൂപ്പിൽ വന്ന് അവിടെ ചോദിക്കാം, ഇല്ലെങ്കിൽ എന്റെ തന്നിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് TMBയുടെ ഡീറ്റെയിൽസും എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ. അപ്പൊ 28ാമത്തെ ദിവസം നാളെയാണ്. അതിനുള്ള ചലഞ്ചും എന്താണെന്നുള്ളത് വെയിറ്റ് ചെയ്തിരിക്കുവാണ് അല്ലേ. അപ്പൊ അത് ചലഞ്ചുമായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. താങ്ക് യു.